അഭിനയത്തിൽ മോഹൻലാലിന്റെ റിതം എത്ര ഉന്നതിയിലാണെന്ന് മനസ്സിലാക്കാൻ ആ സിനിമ മാത്രം മതി. കമൽഹാസൻ 4.5 പതിറ്റാണ്ടായി മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ. വില്ലനായി അരങ്ങേറിയ മോഹൻലാൽ പിന്നീട് മലയാള സിനിമയുടെ താരസിംഹാസനം അലങ്കരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി മോഹൻലാൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. കമൽഹാസനൊപ്പം ഉന്നയിപ്പോൾ ഒരുവൻ എന്ന സിനിമയിലാണ് മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ളത്. മലയാളത്തിൽ വലിയ വിജയമായ ദൃശ്യത്തിന്റെ തമിഴ് പതിപ്പിൽ കമൽഹാസനായിരുന്നു നായകൻ. മോഹൻലാൽ അഭിനയിക്കാൻ അറിയാത്ത ആളാണെന്നും അദ്ദേഹത്തിന് ബിഹേവ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂവെന്നും കമൽഹാസൻ പറയുന്നു. മോഹൻലാലിന്റെ അഭിനയത്തിന് വല്ലാത്തൊരു ഒഴുക്കുണ്ടെന്നും ഇന്ത്യയിലെ മികച്ച നടന്മാരിൽ ഒരാളായി താൻ തെരഞ്ഞെടുക്കുക മോഹൻലാലിനെ ആയിരിക്കുമെന്നും കമൽഹാസൻ പറയുന്നു. വാനപ്രസ്ഥം എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ പ്രകടനത്തെക്കുറിച്ചും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉന്നയിപ്പോൾ ഒരുവനിലാണ് ഞാനും ലാൽ സാറും ഒന്നിക്കുന്നത്. ആ സിനിമയിൽ ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അനുഭവത്തിൽ മോഹൻലാൽ അഭിനയിക്കാൻ അറിയാത്ത നടനാണ്. ബിഹേവ് ചെയ്യാനേ അദ്ദേഹത്തിന് അറിയോ. നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു എന്ന് കരുതുക. വിശേഷങ്ങൾ പരസ്പരം ചോദിച്ചറിയും. അതുപോലെയാണ് ലാൽ സാറിന്റെ അഭിനയം. വല്ലാത്തൊരു ഒഴുക്ക്, താളം. അതാണ് ആ നടന മഹിമ. ഇന്ത്യൻ സിനിമയിലെ മികച്ച 5 നടന്മാരെ ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലൊരാൾ മോഹൻലാൽ ആയിരിക്കും. ലാൽ സാറിന്റെ കഴിവിനെ കുറിച്ച് പറയാൻ ഒന്നിച്ചഭിനയിച്ച അനുഭവം പറയേണ്ടതില്ല. ഞാൻ അദ്ദേഹത്തിന്റെ എത്രയോ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. വലിയ ആരാധന തോന്നിയിട്ടുമുണ്ട്. പല സിനിമകളിലെയും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എന്നിലെ ആസ്വാദകനെ അമ്പരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊരു അനുഭവമാണ് വാനപ്രസ്ഥത്തിലെ കഥകളി നടൻ. അഭിനയത്തിൽ ലാൽ സാറിന്റെ റിതം എത്ര ഉന്നതിയിലാണെന്ന് ബോധ്യപ്പെടാൻ ആ സിനിമ മാത്രം മതി. വിരലുകളിൽ പോലും നടനതാളം വിരിയിച്ചുകൊണ്ടാണ് അദ്ദേഹം കഥാപാത്രമായി മാറുന്നത്. കമൽഹാസൻ പറയുന്നു.